ആരുമില്ലാത്തൊരവസ്ഥയിൽ അനാഥമായി കിടക്കുന്നൊരു കാഴ്ച, അത് വളരെ വേദനിപ്പിക്കുന്ന, ഹൃദയം തകർക്കുന്നൊരു കാഴ്ച തന്നെയാണ്. എങ്കിലും അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ ആളുകൾ ഈ നിലമ്പൂർ ആശുപത്രിയിൽ നിന്നുള്ള മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ മറ്റു തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടില്ലേ? തീർച്ചയായും മേപ്പാടിയിൽ പ്രത്യേകം തന്നെ ഒരു ആശുപത്രി സംവിധാനം ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മേപ്പാടിയിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നത്. അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി സജ്ജീകരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്, കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വിവരം, സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ മുണ്ടക്കൈ മേഖലയിൽ അന്നുണ്ടായിരുന്ന ഒരാൾ പോലും ജീവനോടെ ഇല്ല എന്ന ദൗർഭാഗ്യകരമായൊരു വിവരം വരുന്നുണ്ട്. മാത്രമല്ല, ഈ ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ദുരന്ത ഭൂമിയിലേക്കെല്ലാം പോകുമ്പോൾ ചെളിയിൽ ഉൾപ്പെടെ പുതയുന്ന സാഹചര്യത്തിൽ ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. സൈന്യമാണ് ഇത് അറിയിച്ചിട്ടുള്ളത്. മുണ്ടക്കൈയിൽ ആരും ജീവനോടെ ഇല്ല, ഒരു നാട് മുഴുവൻ ഇതാകുന്നു. അതുകൊണ്ട് തന്നെ സർവകക്ഷി യോഗത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു തീരുമാനം. കഴിഞ്ഞ ദിവസം അത് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയും ജബി മേത്തറും ഒക്കെയുള്ള എംപിമാർ, അത് പ്രതിപക്ഷ നേതാവ്, അവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ച ആ ആവശ്യം, അത് ഇന്ന് കേരളത്തിന്റെ ആവശ്യമായി, സർവകക്ഷി ആവശ്യമായി അത് പോവുകയാണ്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വിവരം എന്ന് പറയുന്നത്, ഈ മുണ്ടക്കൈയിൽ ആരും ജീവനോടെ ഇല്ല എന്ന് സൈന്യം അറിയിച്ചിരിക്കുന്ന ഒരു നാടും നാട്ടുകാരും പൂർണ്ണമായും നാമാവശേഷമാകുന്ന ഒരു സ്ഥിതി. നാട്ടുകാരും ഇല്ലാതായിരിക്കുന്നു. എത്രയോ സ്വപ്നങ്ങൾ കണ്ടിരുന്ന സ്ഥലം, ഒരുപാട് കനിഞ്ഞരുളിയ ഒരു ഇടമായിരുന്നു. സ്വർഗം പോലെ മനോഹരമായ ഇടം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ പ്രകൃതിയുടെ ദുരന്തം മരണത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന ദുഃഖകരമായ, അങ്ങേയറ്റം വേദനാജനകമായ ഒരു പുറത്തു വരുന്നു. ഒരുപക്ഷെ നമുക്ക് പോലും അങ്ങേയറ്റം വേദന ഉളവാക്കുന്ന, ഒരിക്കലും ഒരിടത്തും ഇനി ഒരു കാലത്തും സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെ ഒരു ദുരന്തം എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. 250 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറയുന്നു. അതിൽ എത്ര മുണ്ടക്കൈയിലെ ആളുകൾ ഉണ്ടായിരിക്കും എന്ന ഒരു ആശങ്കയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കണികയെങ്കിലും ജീവനോടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് അത് ഇന്നിപ്പോ സൈന്യം നൽകി തന്നെ ഒരു ഔദ്യോഗിക സ്വഭാവം ഒരു നാട് തന്നെ ആയി എന്ന സങ്കടകരമായ ഒരു വിവരം. കണ്ണീർ ഭൂമിയായി ഈ മുണ്ടക്കൈ മാറുമ്പോൾ കണ്ണീർ പുഴയായി ചാലിയാർ തീരുന്നു എന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മരണം 291 ആയിരിക്കുന്നു. അതിലും ഇനിയും കവിയുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ലബീഷ്, റിയാസ, മുഖ്യമന്ത്രിയെ അറിയിച്ചതനുസരിച്ച് സൈന്യമാണ് ഇത്തരമൊരു വിവരം പങ്കുവച്ചത്. മുണ്ടക്കൈയിൽ ഇനി ആരും ജീവനോടെ ശേഷിക്കുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായൊരു വിവരം സൈന്യം പങ്കുവച്ചതായിട്ടാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. മറ്റ് എന്തൊക്കെയാണ് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ? പ്രവർത്തനം ഊർജിതമാക്കും. ആദ്യം ഈ രക്ഷാദൗത്യത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന. അതിനുശേഷമായിരിക്കും ഈ പിന്നീടുള്ള അവരുടെ മറ്റു കാര്യങ്ങൾ, പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. കുട്ടികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കും. അവർക്ക് സ്കൂളിലെത്താതെ തന്നെ പഠനത്തിനുള്ള സംവിധാനം ഉണ്ടാക്കും. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായവർക്ക് കൗൺസിലിംഗ് സഹായം നൽകും. ഈ ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഈ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും അല്ലാത്തവരുമായ ആളുകൾക്ക് പകർച്ചവ്യാധി സാധ്യതകളുണ്ട്. കാരണം ചെളിയും എല്ലാം തന്നെ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പകർച്ചവ്യാധി തടയാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഈ മൃതദേഹം തിരിച്ചറിയാൻ പോകുന്നിടത്തേക്ക് ആരും തന്നെ പോയി നിൽക്കേണ്ടതില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ സൈന്യത്തിന്റെ പ്രവർത്തനത്തെ എല്ലാവരും പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രക്ഷാദൗത്യത്തിൽ നിർണായകമായത് സൈന്യം നിർമ്മിച്ച ബേലി പാലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നു. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ്. വയനാട് ഉരുൾപൊട്ടൽ, അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലിബി,
ശരി റിയാസ്, കൂടുതൽ വിവരങ്ങൾക്കായി റിയാസിലേക്ക് പിന്നീട് തിരിച്ചെത്താം. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന്റെ പൊതുവികാരവും അതുതന്നെയാണ്.